അങ്ങനെ നമ്മൾ അവസാനം കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട്, ഇതാണ് നമ്മുടെ കോഴിക്കോട്. ഇത് നമ്മുടെ കാണേണ്ട തന്നെ ഒരു സ്ഥലമാണ് കോഴിക്കോട്. നമ്മൾ കോഴിക്കോടിൻ്റെ ഹൃദയ ഭാഗത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഹൃദയ ഭാഗത്തേക്ക് ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത് കൂടില്ല. ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കണം. അതിനു വേണ്ടി നോക്കണം. ഇവിടുന്ന് റൈറ്റ് പോയാൽ സിവിൽ സ്റ്റേഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കുതിരവട്ടമാണ്. നമ്മൾ നേരെ തന്നെ പോകണം. നേരെ ടൗൺ, കോഴിക്കോട് ടൗൺ, കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തേക്ക്. അങ്ങനെ പൊന്നിക്കുട്ടി കോഴിക്കോട് എത്ര വരെയും ഉറങ്ങാതിരിക്കുകയായിരുന്നു. ഹോട്ടലിൽ കയറാൻ വേണ്ടി. ഹോട്ടൽ ഇവിടെ നിർത്തും. ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കാണും. അവര് അടച്ചു. എല്ലാം അടച്ചിട്ടില്ല. അതൊരു നല്ല റെസ്റ്റോറന്റ് ഉണ്ടല്ലോ. കഴിക്കാം. സീഷൽ അടിപൊളി. ഇല്ലേ? ഇല്ലാന്നല്ല പറഞ്ഞത്. രാത്രി കിട്ടുന്ന തട്ടുകട തട്ടുകടയിലെ കിട്ടുള്ളൂ. രാത്രി ബീച്ചിന്റെ അവിടെ കാണും. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി കിട്ടിയില്ല ഭക്ഷണമൊന്നും. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഓഫീസിട്ട് പോകണം. ഓക്കെ, അപ്പം നമ്മൾ നേരെ അടുത്തൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കി ഒരു സ്ഥലത്ത് കയറിയപ്പോൾ അവിടെ ക്ലോസറാണ്. നമ്മുടെ കോഴിക്കോട് നഗരത്തിൻ്റെ അതിമനോഹര കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൊത്തം കോഴിക്കോട് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റൗണ്ട് അടിച്ച് നേരെ ബീച്ചിലോട്ടുള്ള പോക്കിലാണ് നമ്മൾ. ബീച്ചിൽ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥ എന്നാന്ന് നമുക്ക് നോക്കാം. ആളുകൾ ഓണായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാഴ്ച നമുക്ക് ചെന്നിട്ട് കാണാം. ഓക്കെ, ഏതായാലും കോഴിക്കോട് നഗരം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല അതിമനോഹരമായ ഒരു നഗരമാണ് കോഴിക്കോട് നഗരം. നമ്മൾ നൈറ്റിൽ തന്നെ പോകുമ്പോൾ തന്നെ നല്ലൊരു രസവും ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നഗരമാണ് കേട്ടോ കോഴിക്കോട്. നമ്മൾ ബീച്ചിൽ ചെന്ന് നോക്കട്ടെ, ബീച്ചിലത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്തായാലും ചെല്ലും പറയാമല്ലോ. അവസാനം നമ്മളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ബീച്ച്. ഇതിൻ്റെ താഴെയാണ് ബീച്ച് വരുന്നത്. ഇവിടുന്ന് റൈറ്റ് നമ്മൾ തിരിക്കുകയാണ്. ഉണ്ടോ ഈ സൈഡിലൂടെയൊക്കെ വണ്ടി ഒതുക്കിയിട്ട് പോവാണ്. ഒരു രക്ഷയില്ല. ഇവിടെ അടുത്തൊന്നും പാർക്കാനുള്ളൊരു സ്ഥലമുള്ളതായിട്ട് തോന്നണില്ല. നമുക്ക് ഇവിടുന്ന് നേരെ പോയി നോക്കാം. ഇവിടെ അടുത്ത് വല്ലതും ഒതുക്കാൻ പറ്റുവാണെങ്കിൽ ഇറങ്ങി നോക്കാം. ഒരു രക്ഷയില്ലാട്ടോ. അടുപ്പിച്ച് വണ്ടി കിടക്കുവാണ്. നമുക്ക് ഒരു രീതിയിലും ഇറങ്ങാൻ പറ്റുള്ള അവിടെ പാർക്കിംഗ് ഏരിയ ഇല്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യം നോക്കണ്ട. ഇന്നിപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി ബീച്ചിലൊന്ന് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നണില്ല. അതേമാതിരിയുള്ള തിരക്കും കാര്യങ്ങളാണ് കാണുന്നത്. അതുപോലെ ഇത്രയും 1 മണിയായിട്ടും എല്ലാവരും അടിച്ച് പൊടിച്ച് അങ്ങോട്ട് നടക്കുവാണ്. ഫാമിലി മൊത്തത്തിൽ ഇറങ്ങി തിരിച്ചു പോകാമെന്ന് തോന്നുന്നു. രാത്രിയിൽ ബീച്ചിൽ തന്നെ കിടക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ. ഓണം ബീച്ചിൽ തന്നെ ആഘോഷിക്കാമെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു പരിപാടി. ഏതായാലും നമുക്ക് ഉറക്ക ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പോയി റൂം എടുക്കാനുള്ള പരിപാടി നോക്കുവാണ്. ഇവിടെ ഇന്ന് എന്തായാലും കയറാൻ പറ്റുമെന്ന് തോന്നണില്ല. അതേമാതിരിയുള്ള തിരക്കാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്ക്. വണ്ടി പാർക്ക് ചെയ്യാനൊരു ഇടം പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു റൂം എടുക്കാൻ പോവാണ്. റൂമിൽ കയറാം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാണാം.
പിന്നെ രാത്രിയിൽ ബീച്ചിലിറങ്ങാൻ പറ്റാതെ എൻ്റെ സങ്കടം തീർക്കാനായിട്ട് രാവിലെ തന്നെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ബീച്ചിൽ വന്ന സമയത്ത് ബീച്ചിൽ ഭയങ്കര തിരക്ക്. രാവിലെ തന്നെ ബീച്ചിൽ ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ നടക്കണം. എന്നാൽ പിന്നെ ഇച്ചിരി നേരം ഫുട്ബോൾ കളി കണ്ടിട്ട് പാന്നോർത്തുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നേരെ നമ്മൾ താമസിച്ച റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിയേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ എമറാൾഡിൻ്റെ ഒരു സൂട്ട് റൂമായിരുന്നു ഇന്നലെ താമസിക്കാനായിട്ട് എടുത്തത്. ഇവിടെ റൂം ഉണ്ടായിരുന്നു, പക്ഷേ ഈ റൂം നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലി റെസ്റ്റോറൻറ്റ് കണ്ട് കയറിയതാണ്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഇവിടുത്തെ ബൊഫെ ആയതുകൊണ്ട് തന്നെ ഓരോ ആൾക്ക് ഒരു പേഴ്സണ് 250 രൂപ. അപ്പോൾ നമുക്ക് അപ്പം, പൊറോട്ട, ചിക്കൻ കറി, പിന്നെ വെജിറ്റബിൾ കറി, പിന്നെ ബ്രെഡ്, പിന്നെ അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. പിന്നെ 2 കൂട്ടം ജ്യൂസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഹോട്ടൽ കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടണം, നല്ലൊരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഫേവറേറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം വെറൈറ്റി ഡിഷസാണ്. മുട്ട പുഴുങ്ങിയത് ഉൾപ്പെടെ തൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് കേക്ക് 2 പീസ് കേക്ക് തിന്നാൻ കേക്ക് ഉൾപ്പെടെയാണ് എല്ലാം ഉള്ളത്. എല്ലാം നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളായിരുന്നു കേട്ടോ. ഒരാൾക്ക് 250 രൂപയ്ക്ക് കഴിക്കുന്നവരാണെങ്കിൽ എല്ലാം ലാഭമാണ്. ഒരു രീതിയിലും നട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി ബൊഫയാണ്. നല്ല എല്ലാ അത്യാവശ്യം കാര്യങ്ങൾ കഴിക്കാനായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കഴിക്കുന്നവർക്ക് ഇത് നല്ലൊരു ലാഭം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റങ്ങൾ ഇതുണ്ടോ, ഇതൊക്കെയാണ് ഫുഡ് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ബ്രെഡ് ഉണ്ട്, അതിൻ്റെ ജാമുണ്ട്, പിന്നെ നേരെ കള്ളപ്പം ഉണ്ടായിരുന്നു, കള്ളപ്പത്തിനുള്ള കറി ഉണ്ടായിരുന്നു. അത് നല്ല വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞാൽ നല്ല ചെറുപയർ പോലത്തെ വെള്ളപ്പയർ ഇട്ട് വെച്ച കറിയാണ്. പിന്നെ പൊറോട്ട, ചിക്കൻ കറി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഡ്ഡലി ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നിക്കുട്ടി നമ്മൾക്ക് ഇഡ്ഡലി ചട്നിയാണ് പൊന്നിക്കുട്ടി കഴിച്ചത്. നമ്മൾ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ ചിക്കൻ ഒരു ചെറിയൊരു പീസ് കഴിച്ചുള്ളൂ. പൊറോട്ട നമ്മൾ വലിയ കാര്യമായിട്ട് ഒരുപാട് കഴിക്കണമെന്ന് കഴിച്ചില്ല. അപ്പോൾ നമുക്ക് വലിയ ലാഭമൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ 2 പിന്നെ ഒരു കൊച്ചോട് ഉണ്ടായിരുന്നു 500 രൂപ ബില്ല്. നമുക്കത് ഭയങ്കര ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കഴിക്കാത്തതുകൊണ്ട്. കഴിക്കണവർക്ക് ഇത് ഭയങ്കര ലാഭമാണ്. അതേ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തോളൂ കഴിച്ചിട്ട്. ഞാൻ ഒരു പൊറോട്ട കഴിച്ചോളൂ എന്ന് എനിക്ക് തോന്നുന്നു. കഴിച്ച് എല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നുണ്ട്. എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഹോട്ടൽ നമ്മുടെ സ്ഥലം പറയാനായിട്ട് എനിക്ക് അറിയില്ല. കോഴിക്കോട് പ്രത്യേകിച്ച് സ്ഥലങ്ങൾ കാര്യങ്ങൾ എനിക്കറിയാമുള്ള. ഏതായാലും കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നതെന്ന് മാത്രം എനിക്കറിയാം. അപ്പോൾ ഹോട്ടൽ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഹോട്ടലിൻ്റെ പേര് ഗസാനിയ മെസ്ബാൻ ബൈ കാലിക്കറ്റ് ആൽബേക്ക്. ഏതായാലും കൊള്ളാം, ഫുഡൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുള്ള നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതായാലും ഇതികളെ പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി നോക്കിയോ, നല്ല സൂപ്പർ റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഹോട്ടൽ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ താമസിച്ച സൂട്ട് റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ താമസിച്ച സൂട്ട് റൂം. ഇത് എമറാൾഡ് മാളിൻ്റെയാണ്. എമറാൾഡിൻ്റെ സൂട്ട് റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു ബെഡ്, പിന്നെ സെപ്പറേറ്റ് ഒരു പോർഷൻ ഭാഗം കൊണ്ട് നമുക്ക് ഇരിക്കാനും കാര്യത്തിനായിട്ട്. പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല പക്ക ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇത് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ആയിട്ട് തിരിച്ചിട്ടിരിക്കുന്ന ഗ്ലാസ് ഡോറൊക്കെ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. എന്തായാലും നമ്മൾ താമസ റൂം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അങ്ങനെ നമ്മളുടെ താമസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ തിരിച്ച് ഒരു 9 ആയപ്പോഴത്തേക്കും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ കുളി കഴിഞ്ഞ് ഉടൻ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കപ്പാട് ബീച്ചിലേക്ക് പോകാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ കാപ്പാട് ബീച്ചിലേക്ക് വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാപ്പാട് ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ബാക്കി സമയം ഉണ്ടെങ്കിൽ സമയത്തിനനുസരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാൻ. അതല്ല സമയം കിട്ടുന്നില്ലെങ്കിൽ നേരെ നമ്മൾ തിരിക്കുകയാണ് പോകാൻ. കാരണം കൊച്ചിന് ഓണാവധി കഴിഞ്ഞാണ് എക്സാം തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് പോരണം. പിന്നെ സൈറ്റ് 3 ദിവസമായിട്ട് സൈറ്റ് ഉണ്ടായിരുന്നില്ല. സൈറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എല്ലാം ഒന്ന് സെറ്റായി വരണം.
അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് നോക്ക്, നല്ല അടിപൊളി റൂട്ടല്ലേ, പക്ക റൂട്ടാണോ, എന്താ അടിപൊളിയാണ് നോക്കി. റൂട്ടിൽ നമ്മൾ നേരെ പോവാണ്. ഈ റൂട്ട് നേരെ പോയി കാപ്പാട് ബീച്ച്, ഇവിടെ നേരെ തിരിച്ച് ഈ റൂട്ടിനെ പോകുന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ തൃശ്ശൂരാണ് പോകുന്നത്. നേരെ നമ്മളിപ്പോൾ കപ്പാട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പാട് ബീച്ച് പോയിട്ട് അവിടുത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കാണിക്കാം. കണ്ണൂർക്ക് പോണ റൂട്ടാണ്, അടിപൊളി റൂട്ടാണ്. വൈഫാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. വൈഫ് മിന്നിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതിനിടയിൽ നമ്മുടെ വണ്ടീനെ കുറിച്ച് നമുക്ക് പറയാം. പ്ലാനുള്ള നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാതെ ഇപ്പോൾ സൈഡിലിരിക്കണത്. നമ്മളെ ഫുൾ ഓപ്ഷൻ താർ റോക്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൺറൂഫ് നല്ല വൈഡ് സൺറൂഫാണ് കേട്ടോ, നല്ല പക്ക സൺറൂഫും കാര്യങ്ങളാണ്. അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മോക്ക ബ്രൗൺ ആണ് വണ്ടിക്കുന്നത്, ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ കാല് എടുക്കണ അറിയില്ല, വണ്ടി തീർക്കാനും കയറും, അത്രയും പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ മഹീന്ദ്ര 360. ഞാൻ മറ്റേ സാധാ താറിൽ കയറിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അത്ര ഒരു സ്യൂട്ടബിളല്ല. നമുക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു ഇടുങ്ങിയൊരു ഫീലാണ്. പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല കേട്ടോ. ഈ വണ്ടി നല്ല കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭയങ്കര കംഫർട്ടാണ് തന്നെ. ഇതിൻ്റെ സൺറൂഫൊക്കെ അടയ്ക്കണ ഇങ്ങനെയൊക്കെയാണ് ഇതുണ്ടോ, നല്ല വൈഡായിട്ടുള്ള സൺറൂഫും കാര്യങ്ങളാണ് വണ്ടിക്കുള്ളത്. വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ഡ്രൈവിങ്ങാണ് വണ്ടി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ കംഫർട്ടായിരുന്നു വണ്ടിയിലുള്ള യാത്ര. അപ്പോൾ നമ്മൾ ഏകദേശം ഈ കാപ്പാട് ബീച്ചിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമാണ് കപ്പാട് ബീച്ചിലേക്ക് കാണിക്കണുള്ളൂ. 10 കിലോമീറ്റർ ദൂരമാണ് ഉള്ളൂ. നമ്മുടെ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ മോക്ക ബ്രൗൺ ഇൻറ്റീരിയറും എല്ലാം കൂടി വന്നപ്പോൾ ഓൺ ദ റോഡ് നമുക്ക് 30 lakhs ആയിട്ടോ പ്രൈസ്. പിന്നെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ആയിട്ടില്ല, അടുത്ത ആഴ്ചത്തേക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു, പിറ്റേ ദിവസം തന്നെ കോഴിക്കോട് ട്രിപ്പ് ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ താർ റോക്സിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ അനുഭൂതിയാണ് നമുക്ക് നൽകിയത്. അത് തന്നെയല്ല, കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഒരു പ്രത്യേക ഒരു പ്രതിരമണീയമായിട്ടുള്ളൊരു അടിപൊളി സ്ഥലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാപ്പാട് ബീച്ചിലെ വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു.